നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? ഈസ്റ്ററൊക്കെ അടിപൊളിയായിരുന്നോ എല്ലാവർക്കും? പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ അടിച്ച് ട്രിപ്പൊക്കെ പോകാനൊക്കെ തുടങ്ങിയോ? ഞാനും 2-3 ദിവസം ബ്രേക്ക് എടുത്തു. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഈസ്റ്ററും ദുഃഖവെള്ളിയൊക്കെ പ്രമാണിച്ച് വന്നത് പിന്നെ അങ്ങ് ഒരു മടി കയറി, ചെറിയൊരു ചിന്ന മടി. അപ്പം പിന്നെ എന്നും അങ്ങനെ മടിയും പിടിച്ചിരുന്നാൽ മതിയോ അല്ലേ? ഞാൻ കുറച്ച് കുർത്തി, കുറച്ച് സാരി, അതാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം കുർത്തി കാണിക്കാം, അത് കഴിഞ്ഞ് സാരി. നല്ല സിൽക്ക് സാരിയുണ്ട്, പ്യുവർ സിൽക്കിൻ്റെ സാരിയുണ്ട്. പിന്നെ ഒരു ലിനൻ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മെറ്റീരിയൽ അല്ല, കാണിക്കാം. അപ്പോൾ ആദ്യത്തെ കുർത്തി ഇതാണ്. ഇങ്ങോട്ട് വിളിച്ചേ, ഇതാണ് അതിൻ്റെ വർക്ക്. ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട്. നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന, അജ്രക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന, യോക്ക് ബാട്ടി ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളറിലാണ് ഇതുള്ളത്. ലൈനാണ്, 46 ഇഞ്ച് ലെങ്ത് ആണുള്ളത്. കൈ ഫുൾ സ്ലീവാണ്, ഒരു സ്റ്റൈലാണത്, ഫുൾ സ്ലീവാണ്. ഞാനിതിൻ്റെ ഫുള്ളായിട്ടുള്ള ഫോട്ടോ വേണമെങ്കിൽ ഇക്കൂട്ടത്തിൽ ഇടാം. അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ ഫുൾ ഫോട്ടോ? അതിന് നോക്കാം. ഒരു അല്ലേ, മറ്റേ പോർട്രേറ്റും അങ്ങനെ മനസ്സിലായി. അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബീഡ്സ് വർക്കുണ്ട്, കട്ട് ബീഡ്സ് ഉണ്ട്, ഷുഗർ ബീഡ്സ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, മിററുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് അജ്രക്കിൻ്റെ ഇത്തരാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ സ്ലീവാണ്. പിന്നെ എന്താ പറയാനുള്ളത്, ഇത് ബദ്രി സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. ബദ്രി സിൽക്ക് അല്ലെങ്കിൽ വിചിത്ര സിൽക്ക്, രണ്ടും ഏകദേശം സാമ്യതയുള്ള മെറ്റീരിയൽസാണ്. പിന്നെ ലൈനിങ് ഉണ്ട്. കയ്യിൽ ലൈനിങ് ഇല്ല, കൈ ഫുൾ സ്ലീവാണ്. നല്ലൊരു സ്റ്റൈലായിട്ടുള്ളൊരു കുർത്തി. കൈ ഇങ്ങനെ ഇരിക്കും, കയ്യിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ സൈസ് ഉള്ളത് M2 XXL, മീഡിയം, ലാർജ്, XL, XXL. ഇതിൻ്റെ വില 1050 രൂപ, 1050. അത്ര പാർട്ടി വെയർ കുർത്തിയാണ്, അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. പിന്നെ സ്ലീവ് ഫുള്ളാണ്, ലൈൻ കുർത്തിയാണ്. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ. ഇനി വേറൊരു കുർത്തി കാണിക്കാം. ഇത് നമ്മുടെ ഒരു നയാരക്കട്ട് മോഡലുള്ള ഒരു കുർത്തി, അലിയ അല്ല, ഉണ്ടോ ഇവിടെ നല്ല ഗാദേഴ്സ്. അത് ഇങ്ങോട്ടൊന്ന് അടുപ്പിച്ച് കാണിച്ചേ, ഇങ്ങോട്ട് വാ, നല്ല ശരിയാത്തുള്ളൂ. കാഷ്വലായിട്ട് നല്ല ഫങ്ഷൻ വെയറാണ്, പക്ഷേ അതിനകത്ത് ഇച്ചിരി ഒരു കാഷ്വൽ ലുക്ക് തരുന്ന ഈ ഒരു കട്ടിങ്ങും, ഈ ഇപ്പം ആലിയക്കട്ട, നേരക്കട്ട എന്നൊക്കെ പറയുന്നത് നമ്മൾ കാഷ്വൽ വെയർ ആയിട്ടും ഇടുന്നതാണല്ലോ. അപ്പം കാഷ്വൽ വെയർ, അതായത് വലിയ ഹെവി ആയിട്ട് ഫങ്ഷൻ വെയർ വേണ്ട, എന്നാലൊരു ഫങ്ഷൻ ടച്ചും വേണം എന്നുള്ള രീതിക്ക് ചെയ്തിരിക്കുന്ന ഒരു കുർത്തി. ഇതും നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ വന്നിട്ട് പർപ്പിൾ കളർ, ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡും കൂടെ ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഫോട്ടോ അടിച്ചു തരാം കേട്ടോ, ചോദിച്ചാൽ മതി, ഫോട്ടോ അയച്ചു തരാം. ബ്ലൂ ഷെയ്ഡ് നമ്മളിപ്പോൾ എടുത്തു വെച്ചില്ല. ഇതാണ് ഇങ്ങനെ സ്ക്വയർ നെക്ക്, 46 ഇഞ്ച് ലെങ്ത്, ഇങ്ങനെ നിൽക്കും. സ്ലീവിൽ ലൈനിങ് ഇല്ല, ബാക്കി നല്ല ക്രേപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ലൈനിങ്. ക്രേപ്പിൻ്റെ ലൈനിങ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, മറ്റേ ആ ക്രേപ്പല്ല, നല്ല കൂടിയ ലൈനിങ്ങിനാണ് പറയുന്നത്. ഒരു ഇത്തിരി നമുക്കത് മോശം വരികയല്ലാത്ത ഒരു ടൈപ്പ് ലൈനിങ്ങിനുണ്ട്, ജോർജറ്റ് മെറ്റീരിയൽ. ഇതിൻ്റെ വില പറയണോ? വില പറയത്തില്ല, നോക്കിയിട്ടിട്ട്. ഇത് നമ്മുടെ കോട്ടൺ കുർത്തിയാണേലും അത് വെറും പ്ലെയിൻ അല്ല, ഒരു സെൽഫ് ഡിസൈനുള്ള ബ്ലാക്ക്. ഇതിങ്ങനെ വന്നിട്ട് ഒരു വർക്ക് ചെയ്തിരിക്കുന്നു, ഫ്രണ്ടിൽ വർക്ക്. നെക്ക് ഇങ്ങനെ, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെ തന്നെ, ഒരു ബോട്ട് നെക്ക് സ്റ്റൈലിൽ ഏകദേശം ഫുൾ കറക്റ്റ് ബോട്ട് നെക്കല്ല, അങ്ങനെ വന്നിരിക്കുന്നു. ഇവിടെ ഇതും ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം ഹാൻഡ് വർക്കാണ് ഈ കാണുന്നത്. എംബ്രോയ്ഡറി അങ്ങനത്തെ സാധനമല്ല, ഫുള്ള് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റഡ് കുർത്തിയാണ്. ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടണ്, ന്യായമായിട്ട് കട്ടിയുള്ള കോട്ടണാണ്. ഇടാൻ നല്ല സുഖമാണ്. ബ്ലാക്ക് ആകുമ്പോൾ ഒത്തിരി കട്ടിയും കൂടെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അത് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. സിമ്പിൾ കുർത്തിയാണ്. ഈ ഹാൻഡ് വർക്ക് എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു എലഗൻറ്റ് ലുക്കുണ്ട്. പിന്നെ ഇതിന് ഒരു എന്താ പറയുന്നത്, നമുക്ക് ഈ ഒരു ഡാർക്ക് പിങ്ക് കളറുള്ള കോൺട്രാസ്റ്റ് ബോട്ടം ബ്ലാക്ക് തന്നെ ഇട്ടിട്ട് കോൺട്രാസ്റ്റ്
ഷോളും ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അടുത്തത് അജ്രക്കിൻ്റെ ഒരു കുർത്തിയെ കണ്ടോ, സ്ലീവിലല്ല, ഇങ്ങനെ യോക്ക് പാർട്ടിൽ ഇങ്ങനൊരു വർക്ക് വന്നിട്ട് ഇതും ഫുള്ള് ഹാൻഡ് വർക്കാണ്. ഇവിടെ ഇങ്ങനൊരു പാച്ച് ചെയ്തിട്ട് അവത്തേൽ ബ്ലാക്ക് കളർ വന്നിട്ട് ഇത് നിറച്ചും ഹാൻഡ് വർക്ക്, ഇവിടെ മിറർ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. എ ലൈൻ കുർത്തിയ, ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ വർക്ക്. എ ലൈൻ കുർത്തിയാണ്, പ്യുവർ അജ്രക്കാണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ഇത് കഴിയുന്നതും ഫസ്റ്റ് വാഷ് മിനിമം ഷാംപൂ വാഷെങ്കിലും ചെയ്യുക. മെഷീൻ വാഷ് ഒന്നും ചെയ്യരുത്, കാരണം ഈ ഹാൻഡ് വർക്കല്ലേ, അങ്ങനെ ചെയ്യുക. പിന്നെ എ ലൈൻ കുർത്തിയാണ്, ലൈനിങ് ഉണ്ട്, കയ്യെ ലൈനിങ് ഇല്ല, കോട്ടൺ, നല്ല പ്യുവർ കോട്ടണിൽ അജ്രക്ക് പ്രിൻ്റ് വരുന്നു. ഇതും എല്ലാം M2XXL ആണ്. ഞാൻ എടുത്തു പറയാത്തത് മീഡിയം, ലാർജ്, XL, XXL. അവനവൻ്റെ സൈസ് നോക്കി എടുക്കുക. XXL ഇല്ല. ഇതും നല്ല ഒരു എന്നാ പറയുന്നത്, ഇതിന് ആവശ്യമുള്ളപ്പം വായിൽ വരത്തില്ലല്ലോ. എന്തോ ജോർജറ്റായത്, ഒരു പുതിയ നല്ല ഒരു ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഒരു സിൽക്കി ജോർജറ്റായിട്ട്, സിൽക്കി ജോർജറ്റ് എന്നല്ല, അതിന് വേറെ ശരിക്കും ഒരു പേരുണ്ട്, മറന്നുപോയി. അപ്പോൾ ശരിക്കും ഒരു സിൽക്കി ജോർജറ്റായിട്ടാണ് ഇത് തോന്നുന്നത്. ഇത് പക്ക ഫങ്ഷൻ വെയർ ആയിട്ടിടുന്ന ആ ഒരു സിൽക്കി ഇതും വീനക്ക് വന്നിട്ട് നിറച്ചും. ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. കണ്ടോ, നല്ല ഫങ്ഷൻ വെയർ ആയിട്ടിടാം. ഇതെല്ലാം ഹാൻഡ് വർക്കാന്ന് ഓർക്കണം, മെഷീൻ വർക്കല്ല, ഹാൻഡ് വർക്കാന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരു സംഭവമാണ്. എ ലൈൻ കുർത്തിയാണ്. കയ്യിൽ ലൈനിങ് ഇല്ല, കയ്യിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. സ്ലീവിൽ ബോഡിക്ക് ലൈനിങ് ഉണ്ട്, സ്ലീവിൽ ലൈനിങ് ഇല്ലെന്ന് പിന്നെയും പറയാം. 46 ഇഞ്ച് ലെങ്ത്, മീഡിയം ടു XXL, M2XXL, മീഡിയം, ലാർജ്, XL, XXL. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുർത്തി. എത്ര കുർത്തി ഉണ്ടായിരുന്നു? 5, 6, 4, 5. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. നമുക്ക് ആദ്യം നമ്മുടെ സിൽക്ക് സാരിയെ കാണാം. നല്ല പ്യുവർ സിൽക്ക് സാരി, കട്ട് വർക്ക് വിത്ത് പ്യുവർ സിൽക്ക്, അടിപൊളി സാരിയാണ്. ഇനി അങ്ങോട്ട് കല്യാണവും എന്താ പറയുന്നത്, മാമോദിസായും ഹൗസ് വാമിങ്ങും എന്ന് പറയണ്ട എല്ലാ സംഭവങ്ങളും വരാൻ പോകുമ്പോൾ ഒക്കെ നമ്മുടെ പ്യുവർ സിൽക്ക് സാരിയാണ്. ഇങ്ങോട്ട് കൊണ്ടുപോവാ. കട്ട് വർക്ക് ഇത് നിറച്ചും കട്ട് വർക്കും ആ ഒരു എംബ്രോയ്ഡറി വർക്കും ബോഡിയെ ഫുൾ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിലൊരു ചുളുക്കം അങ്ങനത്തെ ആ ഒരു തോന്നുന്നില്ല, ഒരു പിരിപിരി, അത് അതിൻ്റെ സ്റ്റൈലാണ് കേട്ടോ, അതങ്ങനെയുള്ളതാണ്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ, അത് തന്നെ സംഭവം പ്ലെയിന്. മുന്താണി പ്രത്യേകിച്ചില്ല. ബോഡിയോ ഫുൾ ബോഡിയിലും ഈ ഒരു ബുട്ട പോലെ ഒരു എംബ്രോയ്ഡറി, ചെറിയ എംബ്രോയ്ഡറി ഇത് കണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വന്നിട്ടൊരു ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്, ടീൽ ബ്ലൂ, കറക്റ്റ് ടീൽ ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു ഷെയ്ഡ്. നല്ല ക്ലാസ് ആയിട്ടുള്ള സാരി, നല്ല സിൽക്ക് സാരി, ഫങ്ഷനൊക്കെ പോകാൻ നല്ലതാണ്. പിന്നെ നമുക്ക് റേറ്റ് കൂടുന്തോറും പ്യുവർ സിൽക്ക് ആയതുകൊണ്ടും നമ്മളതിനെ ഹാൻഡ് വാഷൊക്കെ ചെയ്യാൻ പാടുള്ളൂ. സോറി ഡ്രൈ വാഷൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത വാഷ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആദ്യത്തെ കളർ അതിപ്പോൾ ടീൽ ബ്ലൂന്നോ ഗ്രേ ആഷെന്നോ വേണേ, അങ്ങനെ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. 2 ടീൽ ബ്ലൂ ആണെന്നും പറയത്തില്ല, ആഷാന്നും പറയത്തില്ല. അതിൻ്റെ കൂടെ എന്നിട്ട് പീച്ച് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്ക്. അടുത്ത് കാണിച്ച് നിവർന്നു പോയി ഇതാണ് അതിൻ്റെ സംഭവം. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും വാചാലയാകേണ്ട കാര്യമില്ല, കാരണം ഈ സാരിയൊന്നും ആർക്കും അപരിചിതമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. ഈ കട്ട് വർക്കും ഈ വർക്കുകളും എന്നിട്ട് ആ എംബ്രോയ്ഡറി വർക്കും എല്ലാം. പിങ്ക് ഷെയ്ഡ്, പിങ്കെന്നോ പീച്ചെന്നോ ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് ഇങ്ങനെ. ഇത് ഒരു കളർ പറയാൻ പറ്റുന്നില്ലല്ലോ, എന്തോ ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡോ, ഇതിനങ്ങനെയാണ് ഈ സാരിയുടെ ഒരു
ഇതാ കളർ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാം. നല്ല റയർ പേസ്റ്റൽ ഷെയ്ഡാണ്. നല്ല എപ്പോഴും കണ്ട് നമ്മൾ മടുത്ത കളറല്ല. റയർ കോമ്പിനേഷൻസ് ആണ്. കളർ കോമ്പിനേഷൻസ് പറഞ്ഞാൽ കളർ മിക്സിങ്. പണി പാളി. പിന്നെ ഒരെണ്ണമെങ്കിലും അങ്ങനെ കാണിക്കണ്ടേ. ഞാനിട്ടേക്കുന്ന ഡ്രസ്സ് അതുമായിട്ട് ഒട്ടും ചേരിയല്ല. പ്ലെയിൻ ഇടണം എന്നാലേ അറിയത്തും. ഇതുണ്ട് സാരി. വില പറയണ്ടല്ലോ. 3700 ഇനി ആ മോഡലല്ലാത്ത വേറൊരു സിൽക്ക് സാരി കാണിച്ചു തരാം. നമ്മുടെ റോസ് സിൽക്കിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട, അതും അതേ കേട്ടോ, റോസ് സിൽക്കിൻ്റെ കാറ്റഗറിയിൽപ്പെട്ടതാണ്. പ്യുവർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ഒരു ഉത്തരവില്ല. റോസ് സിൽക്കിൻ്റെ കാറ്റഗറിയാണെന്നേ പറയുന്നത്. എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പം മിക്സ് കോമ്പിനേഷൻസ് ആണല്ലോ മുഴുവൻ വരുന്നത്. ഇതും അങ്ങനെ തന്നെ. ഇതിപ്പം വന്നിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്നൊക്കെ പറയാം. മുന്താണി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലൗസാണ്. ഇത് കണ്ടോ, ബ്ലൗസ് ബോഡി മുഴുവൻ ഇങ്ങനെ പ്ലെയിന്. ഇത് വന്നിട്ട് ബ്ലൗസ് കലങ്കാരി പ്രിൻറ്റ് വരുന്ന ഈ ഒരു മൾട്ടി കളർ വരുന്ന ബ്ലൗസ്. അതാണ് അതിൻ്റെ ഒരു ഭംഗി, ഒരു ബ്യൂട്ടി. അതിടുമ്പം ഭയങ്കര ഒരു വെറൈറ്റി ആയിരിക്കും. ഇവിടെ എല്ലാം ഇങ്ങനെ വന്നിട്ട് ആ ബ്ലൗസിൻ്റെ അറ്റത്ത് ഈ ഒരു ബോർഡറും വന്നിട്ട് കലങ്കാരി പ്രിൻറ്റുമായിട്ട് പല കളറിൽ വരുന്നത്. അതൊന്ന് ഓർത്ത് നോക്ക്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇനി നമ്മുടെ ഇത് ഇത്ര എണ്ണം ഉള്ളോ? കുറച്ചും കൂടി ഉണ്ടായിരുന്നല്ലോ. ഉറപ്പാണോ? എനിക്ക് എവിടെയോ ഉണ്ടെന്നൊരു തോന്നലുണ്ട് കേട്ടോ. നോക്കാൻ പോണ്ട, അതിനി എപ്പോഴേലും കാണിക്കാം. നമ്മുടെ ലിനൻ, ഇത് ലിനൻ സിൽക്ക് എന്നാണ് പറയുന്നത്. പ്യുവർ ലിനനും അല്ല, പ്യുവർ സിൽക്കും അല്ല. റേറ്റ് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവും. നമ്മുടെ ഡെയിലി വെയർ സാരികളുടെ കാറ്റഗറി തന്നെ പെടുത്താം. പക്ഷേ ലിനനാണ്. ലിനൻ്റെ ഒരു മിക്സ് ഇതിനകത്തുള്ളത് കൊണ്ട് ലിനനെ ഉപയോഗിക്കുന്ന അതേ രീതിക്ക് തന്നെ ഉപയോഗിക്കണം. അതിൻ്റെ ഒരു സുഖവും അങ്ങനെ തന്നെയാണ്. നല്ല സോഫ്റ്റായിട്ട് ശരീരം തൊട്ടിക്കിടക്കുന്ന സാരി കണ്ടോ. നല്ല പ്രിൻ്റ് വന്നിട്ട് മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ, മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് ഇത് മുന്താണിയിലുള്ള ഒരു പ്രിൻ്റ് ഇല്ലേ, അതാ ബ്ലൗസായിട്ട് വരുന്നത്. നല്ലൊരു സാരി കേട്ടോ. നല്ല ഇപ്പോൾ ഇതിൻ്റെ കളർ പറയാം നേവി ബ്ലൂ പോലെ. നേവി ബ്ലൂവിൻ്റെ ഒരു ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട്, മൾട്ടി കളേഴ്സാണ്. 850 രൂപയേ ഉള്ളൂ. നല്ല ഇങ്ങനെ ഒരു സിൽവർ ബോർഡറും ഒക്കെ ആയിട്ട് നല്ലൊരു സാരി. നല്ല ശരീരത്തോട് ഒട്ടിക്കിടക്കും. സാരി ഫോൾ വെച്ചിട്ട് ഉടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്തായാലും നല്ലത്. ഇതിൻ്റെ 1-2 ഷെയ്ഡ് കൂടെ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ബോധ്യം. ഡെയിലി യൂസിനോ ചെറിയ ഫങ്ഷനൊക്കെ ആയിട്ടോ എങ്ങനെ വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഡെയിലി യൂസിന് മാത്രമല്ല, അത്ര നല്ല സ്റ്റഫാണ്. പിന്നെ നല്ല സുഖമാണ്. അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ. ബോഡിക്ക് നല്ല സുഖമാണ്. കോട്ടൺ തന്നെ, ഈ ലിനൻ എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ അതേ നമുക്ക് കംഫർട്ട് ഫീൽ ഉണ്ടാക്കുമല്ലോ. പിന്നെ സ്റ്റാർച്ച് മുക്കേണ്ടവർക്ക് മുക്കാതെ. ലിനൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർച്ച് മുക്കാതെ ഇട്ടാലും പ്രശ്നമില്ല. അത് അതിൻ്റെ ആ ഒരു ഇതിൽ കിടക്കും. പിന്നെ ഷർട്ടൊക്കെ ഇടുമ്പം നമ്മൾ സ്റ്റാർച്ച് മുക്കി തന്നെയല്ലേ എല്ലാവരും ഇടും. ഒരു വൈറ്റ് ഷെയ്ഡിൽ കൂടെ ഇങ്ങനെ മൾട്ടി കളർ. ഇവിടെ വന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു ഗ്രേ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് അതുപോലെ തന്നെ. ഇത് ചെറിയ പ്രിൻ്റുള്ള ബ്ലൗസ്. കയ്യിൽ ഈ ഒരു ബോർഡറും ഒക്കെ ആയിട്ട് ബ്ലൗസ് വരുമ്പോൾ അടിപൊളിയായിരിക്കും. അതല്ലെങ്കിൽ ഈ ഗ്രേ കളർ ബ്ലൗസ് ആണെങ്കിലും നല്ല ഭംഗിയാണ്. അതിന് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്റ്റഫുകളാണ് ഇതൊക്കെ. കാരണം നല്ല കംഫർട്ടാണ് ഉടുക്കാനൊക്കെ. അടുത്ത ഇത് വൈറ്റ് പോലെ വന്നിട്ട് പീച്ച് ഷെയ്ഡ്. ഇവിടേക്ക് വരുമ്പോഴും പീച്ചിൻ്റെ ഒരു ബോർഡർ. അതിന് രണ്ടിലും സിൽവർ ബോർഡറായിരുന്നു. സിൽവർ ആണെങ്കിലും അതിൻ്റെ ആ ബോഡിയിലെ കളർ അനുസരിച്ച് ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഇത് കുഞ്ഞി പ്രിൻ്റുള്ള ബ്ലൗസ്. ആ ഒരു കയ്യിൽ ആ ബോർഡറും കൂടെ കൂടിയൊക്കെ വന്നു കഴിയുമ്പം ആ സാരി ഒന്ന് ഓർത്ത് നോക്കി. നല്ലൊരു ഭംഗിയാണ്. ഇത്രയേ ഉള്ളൂ. എനിക്ക് കുറേ വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ഈ ഹോളിഡേ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വർക്ക് മോഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മൊത്തത്തിൽ ഒരു സംഭവമാണ്.
കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ചടഞ്ഞുകൂടി അങ്ങനത്തെ ഒരു എന്നിട്ട് ഒരു ഇതിലേക്ക് ചാർജിങ് ആകത്തില്ല. നമ്മളിപ്പോഴും ആ പഴയ ഇതിനകത്ത് തന്നെ അങ്ങ് നിന്ന് പോകും. അതായിപ്പോൾ എൻ്റെ അവസ്ഥ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നെറ്റ്കോട്ട സാരിയുടെ എൻക്വയറി ഡെയിലി എന്തോരമാണോ നെറ്റ്കോട്ട സാരി വന്നിരിപ്പുണ്ട്. അത് വീഡിയോ കാണിക്കാം കേട്ടോ. ഇല്ലെന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ 27 കളറൊക്കെ ഫോട്ടോ എടുത്ത് തരാൻ പറയില്ലേ, അതുകൊണ്ട് മാത്രമാണ് ഫോട്ടോ എടുത്ത് തരാത്തതും ഇല്ല എന്ന് പറയുന്നതും. ഇല്ലാഞ്ഞിട്ടല്ല, നെറ്റ്കോട്ടയുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് വീഡിയോ ഈ ആഴ്ച കാണിക്കാം അല്ലേ, ഈ ആഴ്ച കാണിക്കാമെന്ന് വിചാരിക്കുന്നു. വലിയ ഹ്യൂജ് സ്റ്റോക്കില്ല, കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. പക്ഷേ കളേഴ്സ് വെറൈറ്റി ഒത്തിരി ഉണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.